പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കേരമീൻ കറിയാണ്. ഈ കേരമീൻ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അപ്പം തുടക്കക്കാർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും മീൻ കറി. പക്ഷേ ഈ മീൻ കറി ആണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതേപോലെ 2-3 ദിവസമൊക്കെ നമുക്കിത് വെച്ചിരുന്ന് കൂട്ടാം കേട്ടോ, ചീത്തയാവത്തേ ഇല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ കറി ചോറിന് മാത്രമല്ല, നമുക്ക് അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിനും കൂടി ചേർന്ന് പോകുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടം പുട്ടും മീൻ കറിയാണ്. എൻ്റെ ഫേവറേറ്റാണ് പുട്ടും മീൻ കറിയും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ അതേപോലെ 1 ടീസ്പൂണ് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. അത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പം ചുവന്നുള്ളി ഞാനൊരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ചേർക്കാൻ നോക്കുക, അത് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം മടിയാണെങ്കിൽ സവാള എടുത്തോളൂ, പക്ഷേ ചുവന്നുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇഞ്ചിയും കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഷ്ണം മീനാണല്ലോ, കേരമീൻ കുറച്ച് മാംസമുള്ള മീനായതുകൊണ്ട് കുറച്ച് ഇഞ്ചി കൂടുതൽ ചേർക്കുന്നതല്ല കേട്ടോ. അപ്പം ഞാനൊരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ളത് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നീളത്തിൽ അരിഞ്ഞാണ് ചേർത്തേക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 2-3 ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി എല്ലാം വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഏത് കറിക്കായാലും കാശ്മീരി ചില്ലി പൗഡർ, അങ്ങനെ മറ്റേ എരിവുള്ള മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പൊടികളും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, വേറൊരു പൊടികളും ചേർക്കുന്നില്ല. കാരണം നമുക്ക് ഇത് 2-3 ദിവസമൊക്കെ വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ മല്ലിപ്പൊടിയോ അതേപോലെ തക്കാളിയോ ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ 2 പൊടികളും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം മൂത്ത സ്മെല്ല് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ആക്കി കൊടുക്കരുത്, ഇപ്പോൾ കറിക്ക് ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുടംപുളി ചേർക്കുന്നുണ്ട്. ഒരു 2-3 കഷ്ണം കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പിഴുപുളി ചേർക്കാനേക്കാട്ട് നല്ലത് കുടംപുളി ചേർക്കുന്നതാണ്. നമ്മൾ 2-3 ദിവസമൊക്കെ മീൻ കറി വെച്ചിരുന്ന് ഉപയോഗിക്കാനാണെങ്കിൽ കുടംപുളി ആയിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3/4 കിലോ മീനുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി, ഒരുപാട് വെള്ളത്തിൽ കഴുകി അതേപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതേപോലെയുള്ള കഷ്ണം മീനുകളാകുമ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടാൻ വിനാഗിരി ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കേരമീനാകുമ്പോൾ മറ്റു മീനുകളെ അപേക്ഷിച്ച് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട ശേഷം ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടിയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരല്പം 1-2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പം കറിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അത് മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ചെയ്തൊന്ന് കൊടുത്ത ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരുത്. ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്